ഒരു എമർജൻസി ഫണ്ട് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഒരു സർവൈവൽ കിറ്റ് അതെല്ലാവരും കരുതി വെക്കേണ്ടത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. വാടകയ്ക്ക് കൊടുക്കുന്ന വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണെങ്കിൽ അതിന്റെ വാടക, മറ്റ് EMI-കൾ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഉള്ള ഫീസ്, മറ്റ് ചെലവുകൾ, അതുപോലെ തന്നെ നമ്മൾക്ക് ഭക്ഷണത്തിനും അത്യാവശ്യം മരുന്നിനുള്ള ചെലവുകൾ, ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ ഇതെല്ലാം കൂടെ ഏകദേശം ഒരു 30,000 രൂപ മാസം എന്ന് നമ്മൾ കരുതുക. അടുത്തത് 6 മന്ത് റൂളാണ്. ഈ ഒരു തുകയെ 6 കൊണ്ട് നമ്മൾ ഗുണിക്കുക. അതായത് ഇവിടെ കണ്ട ഈ ഒരു 30,000 രൂപയെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1,80,000 രൂപയാണ് കിട്ടുന്നത്. ഇതാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അതായത് 6 മാസമെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഫണ്ട്. അടുത്തത് ഇതിനെ എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞാൽ ഈ ഫണ്ട് നമ്മൾ സ്വരൂപിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ലിക്വിഡിറ്റി ഉള്ള ഒരു ഫണ്ടിലായിരിക്കും. അതായത് നമ്മൾ ഷെയർ മാർക്കറ്റിലോ മറ്റ് ചിട്ടിയിലോ അവിടെയൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താൽ അതൊന്നും നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ അത് കീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എമർജൻസി വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്കത് ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം, അത് എടുക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ഇടത്താണ് നമ്മൾ ഈ ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യേണ്ടത്. വിനോദേട്ടൻ ഇപ്പൊ വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ജോലി അത് കണ്ടെത്തിയിട്ടില്ല, അതുപോലെ തന്നെ ഒരു എമർജൻസി ഫണ്ടില്ല, ആകെ ഞെരുങ്ങലിലാണ്. ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ഇന്നേ തന്നെ കരുതി വെക്കാം. എമർജൻസി ഫണ്ടിന് വേണ്ടി ഇന്ന് മുതൽ നമ്മൾ മാസം ഒരു 5,000 രൂപ വെച്ചിട്ട് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക.